അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഈ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഡിജിറ്റൽ ഫോട്ടോസിനെ എഡിറ്റ് ചെയ്യാൻ, റീസൈസ് ചെയ്യാൻ, ക്രോപ്പ് ചെയ്യാൻ, ടച്ചപ്പ് ചെയ്യാൻ, എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഡോബ് ഫോട്ടോഷോപ്പ് CS എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതാണ് ഫോട്ടോഷോപ്പ് വിൻഡോ. ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എല്ലാ സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള ടൈറ്റിൽ ബാർ, അതിൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്നുണ്ട്. ദെൻ ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് മെനു ബാർ. ഈ ടൂൾ ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ടൂളിനെ കസ്റ്റമൈസ് ചെയ്യാൻ അനുവദിക്കുന്ന കൺട്രോളുകളാണ് ഈ ഓപ്ഷൻ ബാറിൽ ഉള്ളത്. ഈ ഓപ്ഷൻ ബാറിനെ കൂടാതെ തന്നെ ടൂൾ ബോക്സും പാലറ്റുകളുമുണ്ട്. ഈ ഇമേജസിനെയും എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ ടൂൾസാണ് ഈ ടൂൾ ബോക്സിലുള്ളത്. ഫോട്ടോഷോപ്പ് വിൻഡോ തുറക്കുമ്പോൾ ടൂൾസും കാണണമെന്നില്ല. ഇപ്പോൾ ഇത് ഓഫായിട്ടിരുന്നാൽ ഇപ്പോൾ ടൂൾസ് ഒന്നും തന്നെ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ വിൻഡോ മെനുവിൽ വന്നിട്ട് ഇവിടെ ഏതൊക്കെയാണോ വേണ്ടുന്നത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടെ വർക്ക് സ്പേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് റീസെറ്റ് പാലറ്റ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ കിട്ടുന്നതാണ്. ഇതാണ് ഫോട്ടോഷോപ്പ് വിൻഡോ. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ബാർ, മെനു ബാർ, ഓപ്ഷൻ ബാർ, ടൂൾ ബോക്സ്. ഇത് ലെയർ പാലറ്റ്, ഇത് ഹിസ്റ്ററി പാലറ്റ് ആണ്. ദെൻ കളർ പാലറ്റ്, നാവിഗേറ്റർ പാലറ്റ്. ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ഓർ കൺട്രോൾ O സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ഇമേജ് കിട്ടിയിട്ടുണ്ട്. മൂവ് ടൂളിനെ പരിചയപ്പെടാം. ഈ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്ത് ഇമേജിനുള്ളിൽ ഡ്രാഗ് ചെയ്യുമ്പോൾ മൗസ് എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യുന്നത് അവിടേക്ക് ഈ ഇമേജ് മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതാണ് മൂവ് ടൂളിൻ്റെ ഉപയോഗം. ആ ഇമേജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇതാണ് സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂളിൽ ഈ ഒരു ആരോ മാർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് 4 സെലക്ഷൻ ടൂൾസ് കാണാം. റെക്ടാങ്കുലർ മാർക്കിംഗ് ടൂൾ, ദെൻ എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ, സിംഗിൾ റോ മാർക്കിംഗ് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്കിംഗ് ടൂൾ. ഇങ്ങനെയുണ്ട്. ഇതിൽ ആ ഒരു പേര് പോലെ തന്നെയാണ് നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. റെക്ടാങ്കുലർ മാർക്കിംഗ് ടൂൾ നോക്കാം. സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് ഡ്രാഗ് ചെയ്യാം. ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഈ ഇമേജിനെ ഒന്ന് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓർ കോപ്പി ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ റെക്ടാങ്കുലർ മാർക്കിംഗ് ടൂളിൻ്റെ ഉപയോഗം. ഈ റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും സാധിക്കും. പഴയ രീതിയിൽ കിട്ടണമെങ്കിൽ കൺട്രോൾ Z എന്നുള്ളത് കൊടുക്കുക. ദെൻ ഈ ഒരു സെലക്ഷൻ മാറണമെങ്കിൽ കൺട്രോൾ D പ്രസ് ചെയ്യുക. സെലക്ഷൻ മാറിയിട്ടുണ്ട്. ദെൻ അടുത്ത സെലക്ഷൻ ടൂൾ നോക്കാം. എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂളാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടുന്നതാണ്. ദെൻ മൂവ് ടൂൾ ഉപയോഗിക്കാം. മാറ്റിയിട്ട് നമുക്ക് മൂവ് ടൂൾ ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് സർക്കുലർ ഓർ ഓവൽ ഷേപ്പിലാണ് നമുക്ക് സെലക്ഷൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ. ദെൻ വീണ്ടും കൺട്രോൾ Z കൊടുക്കാം. ദെൻ സെലക്ഷൻ മാറുന്നതിന് കൺട്രോൾ D പ്രസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ റോ മാർക്കിംഗ് ടൂളാണ്. അതെന്താണെന്ന് നോക്കാം. സിംഗിൾ റോ മാർക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അത്ര സെക്ഷൻ മാത്രം ഡിലീറ്റ് ചെയ്യാൻ സാധിച്ചു. നമുക്ക് വീണ്ടും കൺട്രോൾ Z കൊടുക്കാം. കൺട്രോൾ Z കൊടുത്തു. പക്ഷേ കൺട്രോൾ Z ഒരു പ്രാവശ്യത്തേക്ക് മാത്രമേ അത് എഫക്റ്റ് ആവും. ഇതിനുള്ള വർക്കുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ Z പകരം ആൾട്ട് കൺട്രോൾ Z കൊടുത്താൽ ഇതിനുള്ള വർക്കൊക്കെ മാറ്റാൻ സാധിക്കും. സെലക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് കൺട്രോൾ D കൊടുക്കാം. അതേപോലെ തന്നെയാണ് സിംഗിൾ കോളം മാർക്കിംഗ് ടൂളും. ദെൻ നമ്മളിവിടെ കൊടുത്തു. ദെൻ ഡിലീറ്റ് കൊടുക്കാം.
ദെൻ അവിടുത്തെ അത് മാറ്റുമ്പോൾ നമുക്കിവിടുത്തെ അത്രയും ഭാഗം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സിംഗിൾ കോളം മാർക്ക് ടൂൾ. ദെൻ കൺട്രോൾ Z കൊടുക്കാം. ദെൻ സെലക്ഷൻ മാറാൻ വേണ്ടിയിട്ട് കൺട്രോൾ D കൊടുക്കാം. ടൂളും സെലക്ഷൻ ടൂളും പഠിച്ചു കഴിഞ്ഞു.